ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് 1.5 നൂറ്റാണ്ട് മുൻപ് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകിയ ഈ മഹത്തായ ഉപദേശങ്ങളിലൂടെയാണ് കേരളത്തിൽ നല്ല കത്തോലിക്ക കുടുംബങ്ങൾ രൂപപ്പെട്ടത് എന്ന് നമുക്കറിയാം. ചാവറ പിതാവ് ഒരു കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങൾ തമ്മിൽ എല്ലാവരും എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചട്ടമാണ്, ശൈലിയാണ്, നിയമങ്ങൾ പോലെ എഴുതി നൽകിയത്. ഇന്ന് ചാവറ പിതാവ് മക്കളെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് പറഞ്ഞ 16 ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാവറ പിതാവിൻ്റെ നല്ലയപ്പൻ്റെ ചാവരുള്ളിലെ മക്കളെ വളർത്തുന്ന ഉപദേശങ്ങളിൽ 8ാമത്തെ ഉപദേശം ഇതാണ്: 7 വയസ്സ് തികയുമ്പോൾ കുമ്പസാരിപ്പിക്കുവാൻ അറിയേണ്ടതൊക്കെയും അവരെ പഠിപ്പിച്ച് കുമ്പസാരിപ്പിക്കണം. പ്രത്യേകമായിട്ട് ദൈവമാതാവിൻ്റെ മേൽ ഭക്തിയുള്ളവരാക്കുവാനും അവരെ പഠിപ്പിക്കണം. കുമ്പസാരത്തിന് ഒരുക്കണം. 7 വയസ്സാകുമ്പോൾ കുമ്പസാരിപ്പിക്കണം. മാതാവിന് ഏറ്റവും നല്ല മക്കളായി അവരെ വളർത്തുകയും ചെയ്യണം എന്ന ഒരു ഉപദേശമാണ് ചാവറ പിതാവ് ഇന്ന് നൽകുന്നത്. ഇന്നത്തെ ഈ ഒരു ഉപദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഇന്ന് എപ്രകാരമാണ് നമ്മുടെ ആദ്യ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ, ആദ്യ കുമ്പസാരത്തിനുള്ള ഒരുക്കങ്ങൾ, അതിനെക്കുറിച്ച് അമ്മമാരുടെയും ജ്യേഷ്ഠ സഹോദരൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ, ഇത് നമുക്കിന്ന് വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആദ്യ കുമ്പസാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ദൈവകൃപയുടെ ഏറ്റവും സുന്ദരമായ ഒരവസരമാണ്. അപ്പം നമ്മളെല്ലാവരും ഒരാൾ വീട്ടിൽ ആദ്യ കുമ്പസാരം നടത്താൻ പോകുന്നു, ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം ആ കുഞ്ഞ് മാത്രമല്ല ഒരുങ്ങുന്നത് നമുക്കറിയാം, വീട് മുഴുവൻ ഒരുങ്ങുകയാണ്. അപ്പോൾ തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം, അത് ആ വീടിൻ്റെ മുഴുവൻ ആത്മീയമായ ഒരു ഒരുക്കമായി മാറുകയാണ്. അപ്പോൾ അത്തരത്തിൽ പ്രാർത്ഥന വീട്ടിൽ ഏറ്റവും സജീവമാകേണ്ട ഒരു സമയമാണ്. കുഞ്ഞ് തന്നെ പോയി ഇപ്പോൾ ദേവാലയത്തിൽ പോകുന്നു, ഇടവകയിലെ സിസ്റ്റേഴ്സ് ആരെങ്കിലും അവരെ പഠിപ്പിക്കുന്നു, വീട്ടിൽ വരുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ, പെങ്ങന്മാർ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, പഠിച്ചതെന്താണെന്ന്. ഇതൊക്കെ നമ്മളുടെ ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് അത് എത്രമാത്രം കുടുംബത്തെ മുഴുവൻ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന വലിയൊരു ആഘോഷമായി മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ആദ്യ കുമ്പസാരം എന്ന് പറയുന്നത് തന്നെ കൂദാശ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സ്പർശനത്തിൻ്റെ, അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അവസരമാണ്. ഒരാൾ കുമ്പസാരിക്കുന്നു എന്നല്ല, വീട് മുഴുവൻ ആ ആത്മീയമായ അഭിഷേകം കൊണ്ട് നിറയുകയാണ്. അപ്പോൾ കുമ്പസാരത്തിലൂടെ വരുന്ന ദൈവകൃപ ആ വീട്ടിൽ മുഴുവൻ സജീവമാകുന്ന ഒരവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആദ്യ കുമ്പസാരം ഒരു കുഞ്ഞ് നടത്തുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയമായ ഒരു ഒരുക്കം ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അത് ചാവറ പിതാവ് അന്നത്തെ കാലത്ത് കുടുംബങ്ങളോട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. അതിന് തുടർച്ചയിൽ നമ്മൾ ഇക്കാലം അത്രയും അത് വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ആത്മീയമായ ചൈതന്യം കുറഞ്ഞു പോകുന്നുണ്ടോ? എങ്ങനെയാണ് അത് കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നത്? അതേ ചൈതന്യത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കുമ്പസാരത്തിന് ഒരുങ്ങുക എന്ന് പറയുമ്പം പാപങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഒരുക്കുന്ന സിസ്റ്റേഴ്സും വീട്ടിലുള്ളവരൊക്കെ. ഇന്ന പാപങ്ങളാണ് അച്ഛനോട് പറയേണ്ടത്, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഈശോയാണ്, അപ്പോൾ ഈശോയുടെ തിരുമുമ്പിൽ ഏറ്റു പറയുകയാണ്. അങ്ങനെ ഒരു ശീലം ഈ പാപം ചെയ്യാത്ത കുഞ്ഞുമക്കളിൽ പാപം ചെയ്തു പോയാൽ ഏറ്റു പറഞ്ഞ് അനുദപിക്കാനുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഒരു ശീലം നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടിത്തം എന്ന് പറയുന്നത് തന്നെ മോഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ആദ്യ കുമ്പസാരം എന്ന് പറയുന്നത് വളരെയേറെ
പ്രസക്തമായിട്ടുള്ള ഒരു ആത്മീയ അനുഭവമായിരിക്കണം നമ്മുടെ മക്കൾക്ക്. നമ്മുടെ പല കുടുംബങ്ങളിലും അതിന് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നത്തക്ക രീതിയിലാണ് പല ആദ്യ കുർബാന കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങളിലേക്ക് വരുന്നത്. ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ആദ്യ കുർബാന സ്വീകരണത്തിന് രണ്ട് സഹോദരങ്ങളുടെ മക്കൾ ആദ്യ കുർബാന സ്വീകരിക്കുകയാണ്. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരാൾ ക്ഷണിക്കുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛൻ എൻ്റെ വീട്ടിൽ വരണം, കാരണം അനിയൻ്റെ വീട്ടിൽ ഒത്തിരി പേര് വരും, എൻ്റെ വീട്ടിൽ വളരെ കുറച്ച് പേരേ വരുള്ളൂ ഉച്ചയ്ക്ക്. ഞാൻ ജയന്തി, എൻ്റെ വീട്ടിൽ ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിന് നിരക്കാത്തതൊന്നും വിളമ്പുന്നില്ല. അനിയൻ്റെ വീട്ടിൽ വേറെ ചില വിഭവങ്ങളൊക്കെ വിളമ്പുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അനിയൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ വരില്ല. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കുന്നതിൻ്റെ പശ്ചാത്തലം ഇന്ന് ആദ്യ കുമ്പസാരവും ആദ്യ കുർബാനയും ഒക്കെ ഒരു ആഘോഷം മാത്രമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. കുടുംബത്തിലുള്ളവരെ സ്പർശിക്കുന്നില്ല. നമ്മളൊക്കെ ഒരുങ്ങിയിരുന്ന കാലത്ത് ഒരു വീട് മുഴുവൻ, ഇപ്പോൾ റോബിയച്ചൻ പറഞ്ഞ പോലെ വീട് മുഴുവൻ ഒരുങ്ങുകയാണ്. കൊച്ചിനെ കുമ്പസാരിപ്പിക്കുമ്പം എല്ലാവരും ആ ഒരു പരിശുദ്ധമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിലനിർത്തുകയാണ്. ഇന്ന് കുമ്പസാരത്തിൻ്റെ അന്നും ഒക്കെ ഇടാനായിട്ട് പിന്നെ സിനിമ ഏതാണ് വീട്ടിലിടേണ്ടത്, അതിഥികൾ വരുമ്പോൾ ആദ്യ കുർബാനയ്ക്കുള്ള അതിഥികളെ സൽക്കരിക്കാനായിട്ട് ടി വിയിൽ ഏത് സിനിമയാണ് ഇടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വരെ വീടുകളിൽ ചർച്ചയാണ്. ആത്മീയമായൊരു അന്തരീക്ഷത്തിലല്ലാതെ കൂദാശകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റോഹിജൻ, അതായത് അത്തരത്തിൽ ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അടിസ്ഥാനപരമായി ഇപ്പോൾ ചാവറപിതാവ് പറഞ്ഞു തന്ന ആ ഒരു ഉപദേശത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫലമല്ല നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ലഭിക്കുന്നത്. അന്ന് വീട് മുഴുവൻ ഒരുങ്ങിയിരുന്നൊരു കാലം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ അവസരം. അതിൻ്റെ തുടർച്ചയിൽ കുഞ്ഞുമക്കൾ പിറ്റേ ദിവസം മുതൽ രാവിലെ പള്ളിയിൽ പോകുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അവർ ആത്മീയമായ ഒരു അനുഭവത്തിൽ വളരുന്നു. ക്രൈസ്തവമായ മൂല്യങ്ങൾ എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ടുള്ള പ്രത്യേകമായ അനുഗ്രഹം പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്നു. മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്നു, അനുസരിക്കുന്നു. കുടുംബത്തിൽ അമ്മമാരെയൊക്കെ പാത്രം കഴുകാനും ഉള്ളി പൊളിക്കാനും ഒക്കെ ആയിട്ട് സഹകരിക്കുന്നു. ഇന്നലെ എന്നോടൊരു അമ്മ പറഞ്ഞത്, ഒരു ഉള്ളി പൊളിച്ച് തരാൻ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിയട്ടെ എന്നാണ് കുഞ്ഞു പറഞ്ഞത്. ഒരു ഉള്ളി പൊളിച്ച് കൊടുക്കാൻ പോലും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികളോട് സംസാരിപ്പിച്ച് ചോദിച്ചു, എത്ര മക്കൾ അമ്മമാർക്ക് അടുക്കളയിൽ ചെന്ന് ഉള്ളി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്? വളരെ കുറച്ച് പേര് മാത്രം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ കുറച്ച് പേർ മാത്രമാണ് കൈപൊക്കിയത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സംഭവിക്കണമെന്നാണ്, നമ്മുടെ ഒരു കൃപ നഷ്ടപ്പെടുന്ന നമ്മളുടെ കൂദാശ പരികർമ്മങ്ങളിൽ മക്കൾക്ക് വേണ്ട ആത്മീയ അനുഭവം നൽകുന്നതിനപ്പുറത്ത് മറ്റാഘോഷങ്ങൾ, റോഹിച്ചൻ പറഞ്ഞ മറ്റാഘോഷങ്ങൾ തിരികെ കയറ്റുമ്പോൾ അത് സഭ ഉദ്ദേശിക്കുന്ന ഒരു കൂദാശ പരികർമ്മവും അനുഷ്ഠാനവും ആചരണവും ആയി മാറുന്നില്ല. അതിനെക്കുറിച്ചുള്ള നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. അമ്മച്ചിയുടെ അനുഭവം എന്താണ്? ആദ്യ കുഞ്ഞ് ഏറ്റവും വീട്ടിലെ എത്ര മക്കളായിരുന്നു? 3 മക്കളാണെന്ന് പറഞ്ഞത്. അപ്പോൾ മക്കളെ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുക്കി, അവരുടെ മക്കളെ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുക്കി, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഈ കാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? അമ്മച്ചിയുടെ മക്കളെ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുക്കിയ ഒരു കുടുംബ പശ്ചാത്തലം, അവരുടെ മക്കളെ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുക്കുന്ന, അല്ലെങ്കിൽ പുതിയ തലമുറയെ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുക്കുന്ന സമയവുമായിട്ടൊന്ന് താരതമ്യം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പേര് ത്രേസ്യാമ്മ, ചക്കിട്ടപ്പാറയുടെ വകക്കാരിയാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മക്കളെ ആദ്യ കുർബാന സ്വീകരിപ്പിക്കാൻ ഒരുങ്ങിയ ആ കാലവും ഇന്ന് എൻ്റെ രണ്ടാമത്തെ മകളുടെ ആദ്യ കുർബാന സ്വീകരണം അതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ആർഭാടങ്ങളാണ്. എല്ലാം എവിടുന്ന് ഉടുപ്പ് വാങ്ങണം, എന്തെല്ലാം ഭക്ഷണത്തിൻ്റെ എന്തെല്ലാം വിഭവങ്ങൾ വേണം എന്നൊക്കെയുള്ള ചർച്ചയാണ് നേരത്തെ, അല്ലാതെ ആത്മീയമായിട്ട് ഒരുങ്ങുന്ന കാര്യമല്ല. ഞങ്ങളൊക്കെ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോഴും എൻ്റെ മക്കളാദ്യ കുർബാന സ്വീകരിച്ചപ്പോഴുമൊക്കെ നമ്മൾ വീട്ടിലുള്ളവർ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുമ്പസാരിക്കുന്നതിനെക്കുറിച്ചും ഈശോ ഹൃദയത്തിൽ വരുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കൂടുതൽ ചിന്തകളായിരുന്നു. ഇപ്പോൾ അവർക്ക് അതിനൊന്നും നേരമില്ല. കുഞ്ഞുമക്കളുടെ ചെറുപ്പം മുതലേ ടാബും
സ്മാർട്ട് ഫോണും ഒക്കെ കൊടുത്ത് അവരതിലൂടെ അങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആർഭാടമായിട്ട് നടത്തുന്ന ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തീയതി പോലും മക്കൾ മറന്നു പോവുകയാണ്. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് ജനുവരി 1-ാം തീയതി 56 വർഷമായി എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു. കാരണം അത് കൃത്യമായിട്ട് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. എല്ലാ ജനുവരി 1-ാം തീയതി ഞാൻ ഓർക്കും ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് ഇത്ര വർഷമായി എന്ന്. പക്ഷേ ഇപ്പോഴേ ഈ ആർഭാടമായിട്ട് കല്യാണം പോലെയൊക്കെ നടത്തുമ്പോൾ കുഞ്ഞുങ്ങളോട് പിന്നത്തെ വർഷം ചോദിച്ചാൽ പോലും അവർക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ടാകില്ല. അത്രയ്ക്ക് വളരെ വ്യത്യാസം വന്നു പോയി. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നമ്മുടെ കുടുംബ അന്തരീക്ഷമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ കൂദാശ സ്വീകരണം അത് ഇപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ മുമ്പ് ഇവിടെ നിങ്ങൾ പങ്കുവച്ചതുപോലെ മക്കളുടെ മനസ്സിലേക്ക് ആ ഒരു കൗദാശിക അനുഭവം ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു സംഭവമായിട്ട് പതിയുന്നുണ്ടോ എന്ന് നമ്മളിൽ പലരും ചിന്തിക്കാറ് പോലുമില്ല. ആഘോഷം നടത്തി അവസാനിപ്പിക്കുക എന്നുള്ളൊരു ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരവസരമായി കൂദാശ സ്വീകരണത്തെ മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് എന്ത് പറയാനുണ്ട്? കുടുംബത്തിലെ അനുഭവം എന്താണ്? ആദ്യം നമ്മൾ സ്വന്തമായി ആദ്യ കുർബാനയും ആദ്യ കുമ്പസാരവും നടത്തിയപ്പോഴുണ്ടായ അനുഭവവും ഇപ്പം മക്കളെ ഒരുക്കുന്ന കാലത്ത് ഈ കൂദാശ സ്വീകരണങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണത് കാണുന്നത്? എൻ്റെ പേര് ലിസ. ഞാൻ കുളത്തുവേൽ ഇടവകയിലാണ്. അപ്പം ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോഴുള്ള പോലത്തെ സ്ഥിതിയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എൻ്റെ മക്കൾ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഉള്ളത്. അപ്പം ഞങ്ങൾ ആദ്യം എല്ലാവരും നല്ല ഒരുക്കത്തോടു കൂടി അത് 4-5 കിലോമീറ്റർ നടന്നിട്ട് പോകണമായിരുന്നു പള്ളിയിൽ പോയി പിന്നെ ആദ്യ കുർബാന സ്വീകരിക്കാൻ. മരുതാങ്കര ഇടവകയായിരുന്നു. മരുതാങ്കര നേരത്തെ എണീറ്റ് പോകണം. അന്നേരം ഒന്ന് ശനിയാഴ്ച പള്ളിയിൽ പോകുള്ളായിരുന്നു. 4 മൈൽ അകലെയെന്നാണ് വരണ്ടേ. അപ്പം ആദ്യ കുർബാനയുടെ ക്ലാസ്സിനെല്ലാം പോയി അന്നെല്ലാം നല്ല ഉത്സാഹത്തോടെ പോയി വീട്ടിലെല്ലാവരും കൂടെ സഹകരിച്ചെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴൊക്കെ പിള്ളേർക്ക് സൗകര്യം അധികമായി. പക്ഷേ ആഘോഷങ്ങൾ ആധ്യാത്മികമായുള്ള ആഘോഷത്തെക്കാളും അധികം അല്ലാതെയുള്ള ആഘോഷങ്ങളായിരുന്നു. എങ്ങനെ ആദ്യ കുർബാന മോടി പിടിപ്പിക്കണം, ഭംഗിയാക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ദിവസം പിള്ളേർക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയും ക്ലാസ്സിൽ എടുത്തുകൊണ്ട് വരുന്ന പാഠങ്ങളൊക്കെ എല്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈശോയോടും ഈശോ എങ്ങനെ സ്നേഹിക്കണം, ഈശോ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള അവരെ പറഞ്ഞ് ഒരുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എന്നും സന്ധ്യപ്രാർത്ഥന ചൊല്ലി അന്നേരം മാതാവിനോടുകൂടി എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഇപ്രാവശ്യം തലമുറകൾ മാറുമ്പോഴേക്കും ആ ഒരു സംസ്കാരത്തിന് മാറ്റം വരുന്നു. ആ സംസ്കാരത്തിന് മാറ്റം വരുന്നു. പുതിയ തലമുറയുടെ പ്രതിനിധിക്ക് എന്ന് പറയാനുണ്ട്? എൻ്റെ പേര് ഡാലിയ, ചെക്കിട്ടവാറ ഇടവകയിൽ. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാൾ 6 വയസ്സും ഒരാൾക്ക് 8 വയസ്സും. കുട്ടികളിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അമ്മയെ കുമ്പസാരിക്കുന്നത്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും നമ്മുടെ പാവങ്ങളൊക്കെയാണ് പറയേണ്ടതെന്ന്. അപ്പം എന്ത് പാവ പറയേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്കത് അറിയാനായിട്ടുള്ളൊരാകാംക്ഷയുണ്ട്, എന്തായി പറയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. കുഞ്ഞുങ്ങൾ പള്ളി കാണുന്നുണ്ടല്ലോ, ഈ ആളുകൾ ഇങ്ങനെ പോയി കുമ്പസാരിക്കുന്നതും ഒക്കെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയുണ്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞു കൊടുത്തത്? നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ആദ്യം അച്ഛനോട് പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്നേരം അവരെപ്പോഴാണ് ഞങ്ങളെ കൊള്ളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കുർബാന സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ട്രെൻഡാണ്. ഈശോയെ സ്വീകരിക്കാൻ എനിക്കെന്ന് കഴിയും എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഉള്ളിലൊരു തോന്നലുണ്ടായെങ്കിൽ ആ തോന്നൽ നിലനിർത്താൻ കഴിയുന്ന ഒരു കുടുംബമാണെങ്കിൽ ക്രൈസ്തവ ചൈതന്യമുള്ള കുടുംബമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മച്ചി എന്ത് പറയുന്നു? എൻ്റെയൊക്കെ കുഞ്ഞിലെ ആദ്യ കുർബാന രാവിലെ എഴുന്നേറ്റ് അവർ ചാച്ചനും അമ്മച്ചി എഴുന്നേക്കുന്ന കൂടെ എഴുന്നേൽപ്പിച്ച് കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്യും. അന്ന് ആദ്യ കുർബാനയ്ക്ക് കൂടുതലും അവർ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കളായി കഴിഞ്ഞപ്പോൾ അവർക്ക് എഴുന്നേക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ എൻ്റെ ഇളയ 2 ഇരട്ട പിള്ളേരാണ്. പക്ഷെ ഒരാൾക്ക് ഇച്ചിരി മടിയും ഒരാൾക്ക് ഇച്ചിരി ഇതുമാണ്. പക്ഷെ എങ്ങനെയായാലും നല്ല ആദ്യ കുർബാന 7 വയസ്സിന് മുമ്പേ കൈക്കൊണ്ടു, നേരത്തെ കൈക്കൊണ്ട് കൈക്കൊണ്ടു. എന്നുവെച്ചാൽ രണ്ടും അത് സാഹചര്യം വന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് താല്പര്യമുണ്ട്. തലേ കൊല്ലം മറ്റുള്ള പിള്ളേർ കൈക്കൊള്ളുന്ന കണ്ട് അപ്പം പ്രാർത്ഥന അതുപോലെ നമസ്കാരങ്ങളൊക്കെ നല്ലോണം വേഗം പഠിച്ചു 2 പേരും. അപ്പോൾ അതിനോട് അവർക്ക് വലിയ താല്പര്യം വന്നു. അങ്ങനെ അവർ 2 പേരും ആദ്യ കുർബാനയൊക്കെ കൈക്കൊണ്ട് കുമ്പസാരമാണേലും നല്ല രീതിയിൽ കൈക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് അധികവും നല്ലതുപോലെ പഠിച്ചത് എല്ലാം.
പിന്നെ കൈക്കൊണ്ട് അങ്ങനെ പിള്ളേർ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നു. പോകുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞതിനകത്തൊരു പ്രത്യേക കാര്യമുണ്ട്. നമ്മുടെയൊക്കെ കാലഘട്ടത്തെ ആദ്യ കുർബാന സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമസ്കാരങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചിരിക്കണമായിരുന്നു. ഈയിടെ ഉള്ള ഒരു ട്രെൻഡ് കാണുന്നത് നമസ്കാരങ്ങൾ മുഴുവൻ പഠിച്ചില്ലെങ്കിലും വികാരിച്ചനങ്ങ് സമ്മതിച്ചാൽ എന്താ, പിള്ളേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട്. അതിനിടയ്ക്ക് നമസ്കാരം പഠിക്കണം, മുഴുവൻ നമസ്കാരവും പഠിക്കണേ. ഇപ്പം 33 കൂട്ടം നമസ്കാരം പഠിച്ചിട്ടൊക്കെ പിള്ളേർ കാണാണ്ട് പഠിച്ചിരുന്നു. എല്ലാം കാണാണ്ട് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ള അവസരമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ അത് ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഉറപ്പാക്കണം നമ്മുടെ മക്കൾ. പല മാതാപിതാക്കളും പിന്നെ വികാരിച്ചന്മാരോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത്രയും പിന്നെ കഠിനമായ നിർബന്ധം ആവശ്യമുണ്ടോ, മക്കൾ പിന്നെ പഠിച്ചാൽ പോരെ. പിള്ളേർ കുഞ്ഞിൽ ചോദിക്കും കുമ്പസാരം എന്നതാ നമ്മൾ ചെയ്യുന്ന പാവങ്ങൾ. അപ്പോൾ ആ പാവം എന്തുമാത്രം ഗുരുതരമായിട്ടുള്ളതെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ ചെറിയ പാവമാണേലും അവർ ഞാനിന്ന് അത് ചെയ്തു, അതിന് പാവമല്ലല്ലോ, അത് അവൾ ചെയ്ത പോലെ ഞാനും ചെയ്തു, അത്രയേ ഉള്ളൂ എന്നുള്ള ധാരണയിൽ അവരാണ്. പക്ഷെ അത് പാവമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലേ അത് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാതൃകയില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്, ചെയ്യുന്നത്. എന്നിട്ട് കുട്ടികളോട് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അനുതാപം വരാത്തൊരു അവസ്ഥ അതിനകത്ത് ഉണ്ടാകുന്നത്. പലപ്പോഴും കുട്ടികൾ കണ്ടുപിടിക്കുന്നതാണ്. അല്ല, അത് ശരി. നമ്മളത് ഓരോ പ്രവൃത്തിയെയും നമ്മുടെ വിശ്വാസവുമായി ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണത് ദൈവത്തിന് സ്വീകാര്യമായ പ്രവൃത്തിയാണോ അല്ലാത്തതാണോ. പാപം എന്ന് പറയുന്ന ഒരു അനുഭവത്തെ തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം മുറിയുന്ന ഒരു കർമ്മമായിട്ട് മക്കളുടെ മനസ്സിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് സാധാരണ. അല്ല, അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്ത് പറയുന്നു ചേച്ചി, എന്ത് തോന്നുന്നു? എൻ്റെ മോടെ ആദ്യ കുർബാന കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കഴിഞ്ഞത്. അവൾ ആദ്യമേ തൊട്ട് എനിക്കൊരു വിശുദ്ധയാകണം എന്നുള്ള ചിന്തയിലാണ്. എന്നിട്ട് ആദ്യ കുർബാനയുടെ ഒന്നും വലിയ സദ്യകളോ ഒരുക്കങ്ങളൊന്നും വേണ്ട, അതൊരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കരുണാഭവനിൽ പോയി ആദ്യ കുർബാന കഴിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? കൊച്ചു പറഞ്ഞു. കൊച്ചിന് എത്ര വയസ്സാണ്? ഇപ്പോൾ 10 വയസ്സ്. 10 വയസ്സുള്ള കൊച്ച്. അപ്പം കൊള്ളാലോ, കുടുംബത്തിലെ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൻ്റെ ഒരു പ്രതിഫലനമുള്ളത്. എന്നിട്ട് കേൾക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇടവകയിൽ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഇടവക ജൂബിലി വർഷമായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും ഒന്നിച്ച് ആദ്യ കുർബാന എടുത്താൽ അങ്ങനെ വന്നപ്പോൾ ഓർഫനേജിലെ 2-3 പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ എടുത്തു, അവർക്ക് വേണ്ടിയും കൂടെ നമുക്ക് സദ്യ ഒരുക്കാമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പം 2-3 പേര് സഹകരിച്ച് ഞങ്ങൾ പള്ളിയിൽ തന്നെ സദ്യ ഒരുക്കി. അവരുടെ എല്ലാ ഡ്രസ്സും ചിലവുകളും എല്ലാം നമ്മൾ കൊടുത്തു, അവർക്ക് കൊടുത്ത പോലെ തന്നെ. അങ്ങനെ അവിടെ ആദ്യ കുർബാന കഴിച്ചു. ഇനി അവൾ എപ്പോഴും ഒരു ആഴ്ചയാകുമ്പോഴത്തേനും പോയി കുംസായിരിക്കും, പേടിയാ. എങ്ങനെയാണ് കുഞ്ഞിൻ്റെ മനസ്സിൽ ചെയ്യുന്ന പ്രവൃത്തി? നമ്മുടെ കത്തോലിക്ക വിശ്വാസ പാരമ്പര്യം മക്കളുടെ മനസ്സിൽ മുട്ടിടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവൾ ഈ പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം വളർത്തിയെടുക്കുമ്പോൾ ശരിയേത് തെറ്റേത് എന്നുള്ള തീരുമാനമെടുക്കാനായിട്ട് സഹായിക്കുന്നത് കത്തോലിക്ക ധാർമ്മികതയാണ്. നമ്മുടെ കാത്തലിക് മൊറാലിറ്റി, കത്തോലിക്ക ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കർമ്മം നമ്മുടെ വിശ്വാസം അനുസരിച്ച് തമ്പുരാന് സ്വീകാര്യമാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? അതായത് അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാഹചര്യം കുഞ്ഞിനെ കണ്ടുപഠിക്കാനായിട്ട് വീട്ടിൽ ഇല്ലാതെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കൂടിയാണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കുഞ്ഞ് അത്രയും വളരെ നിഷ്കളങ്കമായ രീതിയിൽ അത്രയൊരു ശൈലിയിൽ രൂപപ്പെടാനായിട്ടുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായത്? ഞങ്ങളുടെ പ്രാർത്ഥനയും ക്രിസ്ത്യൻ പ്രോഗ്രാം അങ്ങനെ നിരന്തരമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ചേച്ചി, എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? കുമ്പസാരത്തിൽ പാപം ഏറ്റു പറയുമ്പം യേശുവിനെ സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു സന്തോഷം വീട്ടിൽ കുട്ടികൾ പിള്ളേരും ജോലിയാണ്. കുമ്പസാരം കഴിയുന്നതോടുകൂടി കുട്ടികൾ ജോലിയാവുന്നു, ഫ്രീ ആവും. അമ്മയെ പോലെ തന്നെ ജോലിയാവുന്നുണ്ടല്ലേ? അമ്മച്ചിയുടെ അനുഭവം എങ്ങനെയാണ്? വീട്ടിലെ അനുഭവം എങ്ങനെയാണ്? 2 മക്കളാണ് എനിക്കുള്ളത്. 2 മക്കളും നല്ല ദൈവചൈതന്യത്തിന് വളർന്നു. ഈ കുർബാനയിൽ പങ്കുകൊള്ളാനും സ്നേഹത്തോടെ പെരുമാറാനും എല്ലാം ജീവിതത്തിൽ നല്ല സന്തോഷത്തോടെ വളർന്നു. ഇപ്പോൾ 2 പേരും വിവാഹരൊന്നുമല്ല. 2 പേർക്കും ഒരാൾ അപകടം പറ്റി ആശുപത്രിയിലൊക്കെ പോയി വന്നതായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തതിനും പറ്റി വീണ് തളർന്നു കിടക്കുന്നതാണെങ്കിലും ദൈവചൈതന്യത്താൽ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നത്? എങ്ങനെയാണ്?
സഹോദരങ്ങൾ കൊണ്ടുപോകും, സഹോദരങ്ങൾ അവൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ കൂടി കൊണ്ടുപോകും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കും. എല്ലാ ഞായറാഴ്ചയും പരാതികളും വിഷമങ്ങളൊന്നുമില്ല. വിഷമങ്ങളൊന്നുമില്ല. മെരിയമ്മ പറഞ്ഞ ആ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയൊരു ഉൾവെളിച്ചം നൽകുന്നതാണ്. കാരണം ഇന്ന് നേരെ ചൊവ്വേ നടക്കാവുന്നവർ വലിയ ബൈക്കിൽ പാഞ്ഞ് പള്ളിയുടെ ചുറ്റും കുർബാനയ്ക്ക് സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പലരും പള്ളിക്ക് പുറത്ത് നിൽക്കുന്നു. കുർബാനയ്ക്ക് ദേവാലയത്തിനകത്തേക്ക് പോലും കടക്കാൻ ഉള്ളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ലഭിക്കാത്തവർ ദേവാലയത്തിന് പുറത്തു നിൽക്കുന്നു. കുറച്ചു നേരം വന്ന് നിന്ന് എന്തോ താൻ കൂടി എന്നൊരു സംതൃപ്തിയോടുകൂടി ഒരു തെറ്റായ സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്നു, ദേവാലയത്തിൽ കയറുന്നില്ല അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് മെരിയമ്മയുടെ മക്കൾ ദേവാലയത്തിലെത്താൻ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി പോവുകയും തീർച്ചയായിട്ടും ഈശോയെ സ്വീകരിക്കുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നത് ചെറുപ്പത്തിൽ അവർ സ്വീകരിച്ച ആ വിശ്വാസത്തിൻ്റെ തുടർച്ച ഇപ്പോഴും അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തു തോന്നുന്നു, അങ്ങനെയുള്ളൊരു വിശ്വാസശൈലിയിൽ മക്കൾ വരുന്നുണ്ടോ? ഞാൻ ഒരു അനുഭവം പറയുകയാണ്. ഒരു 6 വർഷം മുമ്പ് എൻ്റെ മോനെ ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുന്ന സമയം സിസ്റ്റേഴ്സ് ക്ലാസ് എടുത്ത് പാവം എന്താണെന്നും ഇതിനെ പറ്റിയൊക്കെ അവന് പറഞ്ഞു കൊടുത്ത സമയത്ത്, നിങ്ങൾ നാളെ വരുമ്പം കുമ്പസാരിക്കേണ്ട രീതി എങ്ങനെയാണ്, എന്തൊക്കെ പാവങ്ങളാണ് നിങ്ങൾ ചെയ്തു എന്ന് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവനെ വീട്ടിൽ നിന്ന്, ഇവന് ഭയങ്കര എഴുത്താണ്, ഞങ്ങളെയൊന്നും കാണിക്കുന്നില്ല, പാവം എഴുതി ഇവൻ ക്ലാസ്സിൽ ചെന്നു. എല്ലാവരും സ്വന്തം ആരെയും കാണിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഇത് എടുക്കാൻ മറന്നുപോയി. പാവം എടുക്കാൻ മറന്നുപോയ സമയത്ത് ഈ അവൻ്റെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഇവൻ്റെ പേര് ആ ബുക്കിലുള്ളത് കൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് ഇവനെ കുമ്പസാരിച്ച് ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഇവള് പറയും, ഉണ്ണിക്കുട്ട നീ ചെയ്ത പാവം എന്നാന്ന് എനിക്കറിയാം, നീ പാവം ചെയ്യാൻ നിൽക്കരുതെന്ന് പറയും. ഇവൻ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇനി അങ്ങനെ പറയരുതെന്ന് ഇവൻ പറയും. അന്നേരം ഞാൻ അമ്മയോട് പറയുമെന്ന് ഇവള് പറയും. അന്നേരം പറഞ്ഞു, ഞാൻ അത് വെറുതെ സിസ്റ്റർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പാവം ചെയ്തെന്നൊന്നൊരു ട്രയൽ എഴുതിക്കൊണ്ട് വരാൻ, അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ട് പോയതാ, ഞാൻ ചെയ്ത പാവമൊന്നും അല്ലാതെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ അച്ഛന് ഇവിടെ വന്ന് ഈ പറഞ്ഞു തരുമ്പം എൻ്റെ മനസ്സിൽ കൂടെ ഇതാണ് ഓടുന്നത്. കാരണം ഇവനെ അതിനുവേണ്ടി ഒരുങ്ങിയ സമയം, പിന്നെ എന്ത് പറഞ്ഞാലും ഇവൾ എപ്പോഴും ഇവനെ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവനെ എന്ത് കുഞ്ഞു കുരുത്തക്കേട് ചെയ്താലും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ മനോഭാവത്തിൽ ഞാൻ അന്നേരം പറയാം, നിങ്ങൾ നമ്മുടെ അമ്മേനെ, ഞാൻ മാതാവിനെ അമ്മച്ചി അമ്മയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞ്, എൻ്റെ മക്കളെ നിങ്ങൾ അമ്മേനെ മുറുകെ പിടിക്കണം, അമ്മ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവൻ +1 നല്ല മാർക്കോടെ പാസ്സായി, മോളും അതുപോലെ നല്ലപോലെ ഈ അമ്മേനെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒത്തിരിയേറെ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു. എൻ്റെ അമ്മയെന്ന് ഞാൻ വിളിച്ച അമ്മ അന്നേരം കേട്ടുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് അമ്മയുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ ഒരു വിഷയം, കൗദാശിക അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരു കുടുംബത്തെ രൂപീകരിക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ അനുഭവങ്ങളെ ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം കുമ്പസാരം, ആദ്യ കുർബാന ഇതൊക്കെ സ്വീകരിക്കാൻ മക്കളെ ഒരുക്കണമെന്ന് ചാവറയച്ചൻ പറയുമ്പോൾ ആ ഒരുക്കമെന്ന് പറയുന്നത് പിന്നീടുള്ള ഓരോ കുർബാന സ്വീകരണത്തിൻ്റെയും ഒരുക്കമായിട്ട് മക്കൾ സ്വയം ഒരുങ്ങാനുള്ള ഒരു ആദ്യ പരിശീലനം കൂടിയാണത്. അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കിട്ടിയ മക്കളുടെ കുടുംബങ്ങൾ, അമ്മമാരുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും ആ വിശ്വാസത്തിന് തുടർച്ച ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അതിന് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഓരോ കുടുംബത്തിൻ്റെയും ഹൃദയബന്ധം വളരെയേറെ സഹായകരമാകും എന്നതുകൊണ്ടാണ് ചാവറ പിതാവ് മരിയ ഭക്തിയിൽ വളർന്നു വരണം കുടുംബങ്ങൾ, മാതാവിനോടുള്ള ഭക്തിയിൽ മക്കളെ വളർത്തണം, അമ്മമാരും അപ്പന്മാരും മക്കളെ മാതാവിനോടുള്ള ഭക്തിയിൽ വളർത്തണം